ഇനി തിരൂരിലേക്ക് പോയി കഴിഞ്ഞാൽ തിരൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ തോറ്റേക്കുമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. തിരൂരിൽ നടന്നത് ശക്തമായ പോരാട്ടം. താനൂർ സീറ്റ് LDF-ന് നഷ്ടമാകും. മലപ്പുറം ജില്ലയിൽ ഇടതുമുന്നണി 2 സീറ്റിൽ ഒതുങ്ങും. തവനൂരും പൊന്നാനിയും നിലനിർത്തും. പൊന്നാനിയിൽ 7000 വോട്ട് വരെ ഭൂരിപക്ഷം നേടുമെന്നുമാണ് CPIM-ന്റെ വിലയിരുത്തൽ. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശാന്തകുമാർ, മലപ്പുറത്തെ പ്രതീക്ഷകളൊക്കെയാണ്. മലപ്പുറത്ത് ലീഗിന് വലിയ വേരോട്ടമുള്ള പ്രദേശമാണ്. അവിടെയാണ് CPIM-ഉം ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ കണക്കുകൂട്ടി വെക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രതീക്ഷകൾ ഏത് രീതിയിലാണ്? CPM-നെ സംബന്ധിച്ചോളം CPM-നെ 2021 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നേടിയ ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2 സീറ്റേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് നിലവിലെ സിറ്റിംഗ് സീറ്റുകളായ തവനൂരും ഒപ്പം മറ്റൊന്ന് പൊന്നാനിയുമാണ്. തവനൂരിലും പൊന്നാനിയും നമുക്കറിയാം ശക്തമായ മത്സരം നടന്ന 2 ഇടങ്ങളാണ്. നേരത്തെ വലിയ ഭൂരിപക്ഷത്തിലെല്ലാം വിജയിച്ച മണ്ഡലമായിരുന്നു പൊന്നാനി. തവനൂരിൽ നേരിയ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ഏതാനും തവണകളായി, കഴിഞ്ഞ 4 തവണയായി KT ജലീൽ തന്നെയാണ് അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തത്. ആ തവനൂർ മണ്ഡലം രൂപീകൃതമായപ്പോൾ ശേഷം LDF-ന്റെ ഒരു കുത്തക മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതായിരുന്നു തവനൂര്. ഈ 2 മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ CPM പ്രതീക്ഷ വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു സിറ്റിംഗ് MLA ആയിരുന്നത് താനൂരിൽ നിന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ആയിരുന്നു. പക്ഷേ താനൂരിൽ നിന്നും അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറി. തിരൂരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട് തിരൂരാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അവസാനം അദ്ദേഹം അങ്ങോട്ട് മാറിയത്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത CPM-ന്റെ കണക്കുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവിടെ നിലവിലെ MLA കുറുക്കോളി മൊയ്തീൻ മുസ്ലിം ലീഗിന്റെ MLA ആണ്. 2 MLA-മാർ തമ്മിലുള്ള ഒരു മത്സരം നടന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല എന്നാണ് ഇപ്പോൾ CPM-ന്റെ വിലയിരുത്തൽ. എന്തായാലും വി അബ്ദുറഹ്മാന്റേതായ രീതിയിൽ ചില വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങൾ ഈ പ്രചരണഘട്ടത്തിലെല്ലാം ഉണ്ടായതാണ്. അത് CPM-ന്റെ ഈ പരിഗണനയിൽ വന്നിട്ടില്ല. അതുകൂടി CPM-നെ കിട്ടുന്നുണ്ടെങ്കിൽ, അബ്ദുറഹ്മാനെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ CPM-ന്റെ കണക്കുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ CPM വിലയിരുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വേങ്ങരയിലും അതുപോലെ തന്നെ മങ്കടയും ഏറനാടും ശക്തമായ മത്സരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി CPM വിലയിരുത്തുന്നുണ്ട്. ഒപ്പം പെരിന്തൽമണ്ണയിൽ ശക്തമായ മത്സരം തന്നെ നടന്നു. മലപ്പുറത്ത് വലിയ പ്രതീക്ഷയില്ല CPIM-നെ സംബന്ധിച്ച്. 2 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങാനുള്ള സാധ്യത മാത്രമാണ് ഈ ഒരു സമയത്ത് CPIM കണക്ക് കൂട്ടുന്നത്.